ഓക്കെ ഗൈസ്, ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ഫോട്ടോയുടെ ഇമേജ് സൈസ് വളരെ കുറവായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ക്വാളിറ്റി കുറയാതെ അത് മാത്രമല്ല ക്വാളിറ്റിയെ ഇൻക്രീസ് ചെയ്ത് അതിന്റെ സൈസിനെയും ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ഇമേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഇമേജിന്റെ ഒറിജിനൽ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് പ്രോപ്പർട്ടിയിൽ ചെന്ന് ഞാൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ ഇമേജിന്റെ വിത്ത് 300 ജസ്റ്റ് 200 മാത്രമാണ്, ഹൈറ്റ് 200 ആണ്. ഓക്കെ, വിത്ത് 300 ഹൈറ്റ് 200. ഇപ്പൊ ഞാൻ ഇതിന്റെ വിത്ത് 3000 ആയിട്ടും ഹൈറ്റിന് 2000 ആയിട്ട് മാറ്റാൻ പോകുന്നു. അറ്റ് ദി സെയിം ടൈം വെബ്സൈറ്റിന്റെ ആ ഇമേജിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഏതൊരു പ്രോബ്ലവും ഉണ്ടാവത്തില്ല. ഫൈൻ. സോ ഫസ്റ്റ് ഫോട്ടോഷോപ്പിൽ ചെന്ന ആ പർട്ടിക്കുലർ ഇമേജിനെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ ചെന്ന ആ ഇമേജിനെ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സോ ഇതാണ് ഇമേജിന്റെ ഒറിജിനൽ ഇമേജ്. ഇതിന്റെ സൈസ് ജസ്റ്റ് 300 ആൻഡ് ഹൈറ്റ് 200 മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നോക്കി. സോ ഇതിന് നമ്മൾ 3000 ആയിട്ടും ഹൈറ്റിനെ 2000 ആയിട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഈ ഇമേജിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് ഇമേജിൽ ചെന്ന് ഇമേജ് സൈസ്, ഈ ഇമേജ് സൈസിൽ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതിന്റെ ഹൈറ്റിനെ 3000 ആയിട്ട് മാറ്റാൻ പോകുന്നു. വെയിറ്റിനെ 3000 ആയിട്ടും ഹൈറ്റിനെ 2000 ആയിട്ടും മാറ്റി. സോ ഇവിടെ പിക്സൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയോളുക. അതുപോലെ ഇപ്പൊ ഇതിന്റെ റെസൊല്യൂഷൻ ജസ്റ്റ് ഞാൻ അതിനോട് 600 ആക്കാം. ഓക്കെ, സോ ഇതിന് പിക്സൽ ഇഞ്ചസിലാണ് ഇതിനുള്ളത്. അതുപോലെ പ്രിസർവ് ഡീറ്റെയിൽസിൽ എൻലാർജ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, റിഡ്യൂസ് നോയിസ് ഒന്ന് എങ്ങനെയാണോ നോക്കിയോളൂ. സോ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ 100 കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പിക്സൽസ് ഇതിൽ മിസ്സാവുന്ന പോലെ നമുക്ക് ഫീൽ ആവാം. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റതുപോലെ 70-80 വരെയ്ക്ക് നിങ്ങൾ കൊടുത്തോളാം. ഓക്കെ, ഗിവിംഗ് ജസ്റ്റ് 100 ഐ എം ഗിവിംഗ്. ഓക്കെ, ഓക്കെ. വൺസ് നമ്മൾ അത് ഓക്കെ കൊടുത്തതിന് ശേഷം ഇപ്പൊ Ctrl+0 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കറക്റ്റായ പൊസിഷനിൽ വരും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒരു Ctrl+J കൊടുത്ത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുത്ത് വെക്കുകയാണ്. വൺസ് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വി നീഡ് ടു ഗോ ഫിൽറ്ററിൽ ചെന്ന് ഇവിടെ ഷാർപ്പൺ ഉണ്ടാവും. ഈ ഷാർപ്പിൽ അൺഷാർപ്പ് മാസ്ക് കൊടുക്കണം. ഈ അൺഷാർപ്പ് മാസ്ക് amount 80 നിങ്ങൾ സ്പേസ് തന്നെ എടുത്തോളാം. സോ ഐ ആം ഗിവിംഗ് 80 and radius size I am giving 10.6 and this one we can give 15 to 60 or 20, whatever you want you can give it. Okay, now I am giving 16. once ഇതിന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. സോ ഓക്കെ കൊടുത്തതിന് ശേഷം again we need to give the ഫിൽറ്ററിൽ വന്ന് അതേഴ്സിൽ വന്ന് കൊടുക്കേണ്ടത് ഹൈ പാസ് ആണ്. ഈ ഹൈ പാസ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 0.50. ഓക്കെ, വൺസ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ നോർമലായിട്ട് വന്ന് സോഫ്റ്റ് ലൈറ്റ്. ഓക്കെ, ഈ നോർമൽ സൈസിൽ നിന്ന് സോഫ്റ്റ് ലൈറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ഞാൻ ഈ ഇമേജിനെ ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാൻ പോവാണ്. ഇമേജിനെ സേവ് ചെയ്തിട്ട് ഇതിനെ ഇമേജ് ഫ്ലോ 02 എന്ന് ഞാൻ സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒറിജിനൽ ഇമേജ്. ഇത് വളരെ ചെറിയ സൈസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തത് ജസ്റ്റ് അതിന്റെ സൈസിനെ അതിന്റെ ക്വാളിറ്റി കുറയാതെ ഇൻക്രീസ് ചെയ്തത് ഇപ്പൊ കാണാൻ പറ്റും നിങ്ങൾക്ക്. അഗൈൻ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പ്രോപ്പർട്ടി നോക്കിയ പോലെ പ്രോപ്പർട്ടീസിൽ ചെന്ന ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയെന്നുണ്ടെങ്കിൽ image width 6000 and height 4000 we gave and resolution 600.